ഇതേ ഇതിലെ രാഷ്ട്രീയം നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതല്ല, ഞാൻ പറയാത്ത കുറച്ച് കാര്യങ്ങൾ പൊടുപ്പും തൊങ്ങലും ചേർത്ത് കാച്ചിട്ടുണ്ട്. അല്ല, സ്ക്രിപ്റ്റ് ആകുമ്പോൾ കുറച്ച് അങ്ങനെ വേണമല്ലോ സാർ. അപ്പോൾ രാഷ്ട്രീയം ഇനി അധികം ചർച്ച വേണോ? വേണം സാർ. സാറിപ്പോൾ ഇലക്ഷൻ നിൽക്കുന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അല്ല, ഇലക്ഷനിൽ നിന്നതിനെ കുറിച്ചെല്ലാം പറഞ്ഞല്ലോ. ഇനിയും ഫർദറായിട്ട് എന്താ അറിയാൻ? അല്ല സാറ് പിന്നെ വളരെ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണോ ഇലക്ഷനെ അഭിമുഖീകരിച്ചത്? ഇപ്പോൾ തിരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വിജയിക്കുന്നുള്ള പ്രതീക്ഷയാണ് അയാളെ മുന്നോട്ട് നയിക്കുന്നത്. ഞാനും കരുതിയിരുന്നത് ജയിക്കും എന്ന് തന്നെയാണ്. അതേ അവസരത്തിൽ എൻ്റെ ഒരു ഹാർഡ് വർക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കും എന്ന പ്രതീക്ഷ എന്നിലുണ്ടായിരുന്നെങ്കിൽ പോലും നല്ലൊരു ഫൈറ്റാണ്, ടഫ് ഫൈറ്റാണ്. ഫൈനൽ റിസൾട്ട് എന്താവും എന്നുള്ള കാര്യത്തിൽ ചെറിയ ചെറിയ സംശയത്തിൻ്റെ എലിമെൻറ്റും ഉണ്ടായിരുന്നു. സാറ് ഇലക്ഷനെ പ്രതിനിധീകരിച്ച സാറിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ സാറിനെ ചതിച്ചു എന്നൊരു ശ്രുതി ഉണ്ടായിരുന്നു. അതിനകത്ത് എത്രമാത്രം സത്യമുണ്ട് സാർ? അത് ഇല്ല, അങ്ങനെ പറയുന്നത് ശരിയല്ല. കാരണം എൻ്റെ രാഷ്ട്രീയക്കാരന് അങ്ങനെയല്ല. തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു കാര്യം ഞാൻ പറയാം. ജയം എന്ന് പറയുന്നത് ജയിച്ചത് കൊണ്ട് മാത്രം ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ് പെർഫെക്റ്റ് ആവണമെന്നില്ല. തോറ്റത് കൊണ്ട് മാത്രം അയാൾ ക്വാളിഫൈഡ് അല്ലെന്നോ അയാൾ കോമ്പിറ്റൻ്റ് അല്ലെന്നോ നിങ്ങൾ കരുതണ്ട. തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കുറച്ചൊക്കെ ഭാഗ്യവും കൂടെ വേണം. അതോടൊപ്പം തന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എതിർ സ്ഥാനാർത്ഥിയുടെ ഡീമെറിറ്റ്സ് അല്ലെങ്കിൽ മൈനസ് എന്ന് വിചാരിച്ചതെല്ലാം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് മൈനസായിട്ട് അവർ പലപ്പോഴും എടുത്തിട്ടില്ല. എൻ്റെ പ്ലസ്സായിട്ട് ഞാൻ കരുതിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്കുണ്ട്. എൻ്റെ സ്ട്രെങ്ത്ത്, എൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ വിശേഷങ്ങൾ, സ്വഭാവ വിശേഷങ്ങൾ എന്ന് കരുതിയിരുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് അതൊരു സ്ട്രെങ്ത്താണ്. പക്ഷേ അതൊരു സ്ട്രെങ്ത് ആണെന്ന് ജനങ്ങൾ എല്ലാവരും കണക്കാക്കിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ചാറ് പറഞ്ഞല്ലോ, ചാറിൻ്റെ പല പ്ലസും വോട്ടർമാർക്ക് നെഗറ്റീവായി തോന്നി കാണുന്നു. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. എന്താ അറിയോ, ചാറിൻ്റെ ഏറ്റവും നല്ല ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കള്ളുടിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ചാറിനെ തോൽപ്പിച്ചതിൽ മുഖ്യ പങ്ക് 2 പെഗ് അടിക്കുന്ന ആൾക്കാർക്ക് തന്നെയായിരിക്കും. ഓൽക്ക് അറിയാലോ, ചാറ് ഓൽക്ക് വേണ്ടി എന്തായാലും ഒരു കാര്യം ചെയ്യില്ലെന്ന്. അല്ല, അത് യോജിക്കുന്നു അതിനോട്. അല്ല, മൊയ്തീൻ പറഞ്ഞ കാര്യത്തിൽ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഞാൻ അതാണ് പറഞ്ഞത്. നമ്മുടെ സ്വഭാവ വിശേഷങ്ങൾ എന്ന് പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാണ്. അതൊന്നും ജനത്തിന് ഇപ്പം മൊയ്തീൻ പറഞ്ഞാലും ഓക്കെ ആവണമെന്നില്ല. ഞാനിപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള പ്ലസ് പോയിൻറ്റ്സ് ഞാൻ നിരത്തുകയല്ല, എൻ്റെ മനസ്സിലുണ്ട്. അത് ഞാൻ പറയുമ്പോൾ അത് ഞാൻ തന്നെ സ്വയം പൊഴുത്തുന്ന പോലെ ആവും. അത് ഞാൻ നിങ്ങളോട് പറയുന്നില്ല, ജനങ്ങളോടും പറയുന്നില്ല. പക്ഷേ എനിക്ക് തന്നെ അറിയാം, കുറേ കാര്യങ്ങൾ എനിക്ക് സ്ട്രെങ്ത് ആയിട്ടുണ്ട്, എനിക്ക് പ്ലസ് ആയിട്ടുണ്ട്. എൻ്റെ നല്ല കാര്യങ്ങൾ, എൻ്റെ സ്വഭാവത്തിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ള ട്രെയ്റ്റ്സ്, ക്വാളിറ്റീസ്, നന്മയുടെ വശങ്ങൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അത് അത്ര ആവശ്യമുള്ളൊരു കാര്യമാണെന്ന് ജനങ്ങൾക്ക് തോന്നിയില്ലെങ്കിൽ പിന്നെ എൻ്റെ പ്ലസിന് എന്താ പ്രസക്തി? ഈ സാർ അവിടെ ഇലക്ഷന് മത്സരിച്ചപ്പോൾ സാറിൻ്റെ ഓപ്പോസിറ്റ് മത്സരിച്ച 2 സ്ഥാനാർത്ഥികളും ഇതുപോലെ സിനിമാ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സാറിൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണല്ലോ. അപ്പം അവർക്ക് പ്രചരണത്തിന് വേണ്ടി ഒരുപാട് താരങ്ങൾ, അതായത് സൂപ്പർ സ്റ്റാർ പോലും വന്നു. അപ്പോൾ ആ സൂപ്പർ സ്റ്റാറും സാറും തമ്മിൽ നേരത്തെ സ്കൂൾ ടൈമിൽ തൊട്ടുള്ള ബന്ധമുണ്ടല്ലോ. എന്നിട്ട് സാറിൻ്റെ പ്രചരണത്തിന് അവരാരും എത്തിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചേതോവികാരം, അതിൻ്റെ മാനസികമായിട്ടുള്ള എന്തായിരുന്നു അതിൻ്റെ ഒരു വികാരം? ഒരു കാര്യം പറയട്ടെ, തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് വരണം എന്ന് ഒരു നടനോടും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല, അഭ്യർത്ഥിച്ചിട്ടില്ല. മറ്റുള്ള സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പരിഭവവുമില്ല. തെരഞ്ഞെടുപ്പിന് ഞാനൊരു രാഷ്ട്രീയ പോരാട്ടമായിട്ട് മാത്രമേ കണ്ടിരുന്നുള്ളൂ. എനിക്ക് വേണ്ടി വരാൻ തയ്യാറായ ആത്മാർത്ഥ സുഹൃത്തുക്കളായ കുറച്ച് സിനിമാ നടന്മാരുണ്ടായിരുന്നു. അവരോട് പോലും ഞാൻ പറഞ്ഞത് വരണ്ട എന്ന് തന്നെയാണ്. ഇനി എൻ്റെ എതിർ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിൽ പരിഭവമില്ല. ആദ്യം ചെറിയ വിഷമം തോന്നി, പിന്നീട് ഞാൻ മനസ്സിലാക്കി. കാരണം രാഷ്ട്രീയ രംഗവും കലാരംഗവും രണ്ടും രണ്ടാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാനുള്ള ഒരു അവസരം കൂടിയാണ് എനിക്ക് ലഭിച്ചത്. സാറ് പരാജയപ്പെട്ടതിന് ശേഷം പത്തനാപുരത്തേക്ക് പോയിട്ടുണ്ടോ? പത്തനാപുരത്തേക്ക് പോയിട്ടുണ്ട്, പിന്നെ തീർച്ചയായിട്ടും. ഒരുപാട് സുഹൃത്തുക്കൾ അവിടെ ഉണ്ടല്ലോ. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുള്ള ഒരു മണ്ഡലമാണ് അവിടെ പോയിട്ടുണ്ട്. എൻ്റെ റിലേറ്റീവ്സ് പോലും ഉണ്ട്. നിങ്ങളവിടെ പോകുമ്പോഴേ ഈ അവിടുത്തെ വോട്ടർമാർക്ക് ഉണ്ടാവില്ല, സങ്കടം ഉണ്ടാവുമോ? അല്ല, ഈ മറ്റേ ആളെക്കാട് നല്ലത് മൂപ്പ് നിങ്ങളെ ജയിപ്പിക്കണേ ഇനി നട്ടം തോന്നുന്നു? അങ്ങനെയില്ല. കാരണം നല്ല തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അത് കഴിയണം. അല്ലാതെ പിന്നീട് രാഷ്ട്രീയം എൻ്റെ മനസ്സിലില്ല. പത്തനാപുരം എന്ന് പറയുന്നത് എനിക്കിഷ്ടമുള്ള ഒരു മണ്ഡലം തന്നെയാണ്. ജനത്തിന് ആൾക്കാരെ എനിക്കിഷ്ടമാണ്. വീണ്ടും അവിടെ പോകാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തും. അതല്ല, ഞാൻ രാഷ്ട്രീയത്തിൽ ഇന്നുവരെ അത് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ലായിരുന്നു. പുതിയ നമ്മൾ തോറ്റാലും ജയിച്ചാലും ഇത്രയും വോട്ട് ചെയ്ത വോട്ടർമാരുണ്ടല്ലോ, അവർക്ക് വേണ്ടി ഒരു നന്ദി പ്രകാശനം എന്നുള്ള രീതിയിൽ ഒരു പ്രകടനം നടത്തുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ല, നന്ദി പ്രകടനം എന്ന രീതിയിൽ ഞാൻ അവിടെ തിരഞ്ഞെടുപ്പിന് ശേഷം അവിടെ പോയി ഒരു പത്രസമ്മേളനം നടത്തി. എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു. അത് ചാനലുകൾ
നന്നായിട്ട് തന്നെ കവർ ചെയ്ത് പിന്നെ വോട്ട് ചെയ്ത ആൾക്കാരോടും അല്ലാതെ സഹകരിച്ചവരോടും വോട്ട് ചെയ്യാത്തവരോടും നന്ദി രേഖപ്പെടുത്തി ഞാനൊരു പത്രസമ്മേളനം നടത്തിയിരുന്നു. അത് ചാനൽസ് നന്നായിട്ട് കവർ ചെയ്തു. അല്ല, ഇപ്പോൾ പഴയതുപോലെ തന്നെ സാറിന് ഇപ്പം വ്യക്തമായ ഒരു തിരിച്ചറിവുണ്ടായി. രാഷ്ട്രീയം പിന്നെ ഇങ്ങനെ ഒരുപാട് നൂലാമാലകൾ പിടിച്ചതാണ് കലാരംഗത്തെ അപേക്ഷിച്ച്. അപ്പം ഇനിയും സാർ ചുവടുറപ്പിക്കാൻ അങ്ങനെ രാഷ്ട്രീയത്തിൽ നിന്ന് അങ്ങനെ വിട്ടു നിൽക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ലല്ലോ. സജീവമായി തന്നെ രാഷ്ട്രീയത്തിൽ സാർ നിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ. മണിക്കുട്ട, ഒരു കാര്യത്തിലും ഞാൻ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ പ്ലാൻഡ് ആയിട്ട് അടുത്ത വർഷം 7-ാം തീയതി ജനുവരി 7-ാം തീയതി ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയല്ല. ടേക്ക് തിങ്സ് ആസ് ദേ കം. ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളോടൊപ്പം, നാളെ എവിടെയെന്ന് അത് തീരുമാനിച്ചിട്ടുണ്ട്. ഡെസ്റ്റിനിന്നോ ഈശ്വരനെന്നോ ഒക്കെ നമുക്ക് പറയാം. നാളെ ഈ സമയത്ത് ഇതേപോലെ നിൽക്കേണ്ടത് ആരാണെന്ന് ഇന്നേ തീരുമാനിച്ച് കഴിഞ്ഞു. പക്ഷെ നമുക്കറിയില്ല. ജീവിതത്തിൽ ഇതുവരെ ഫുഡിൻ്റെ കാര്യത്തിലൊരു ഇന്ന കാര്യം വേണമെന്ന് ഇൻസിസ്റ്റ് ചെയ്യാത്ത ഒരാളാണ് ഞാൻ. സിനിമാ നടന്നതിൽ, പ്രൊഡക്ഷനിൽ, അല്ലെങ്കിൽ സിനിമാ രംഗത്ത്, TV ഷോസിന് എൻ്റെ കൂടെയുള്ള ആർട്ടിസ്റ്റ്, അതൊന്നും അവർ ചെയ്യുന്ന മോശമായിട്ട് ഞാൻ പറയില്ല. അവരെല്ലാവരും ഉച്ചയ്ക്ക് ഇന്നത് വേണം, വൈകുന്നേരം ഇന്നത് വേണം എന്ന് അവർ വിളിച്ച് പറയുന്നതും കുറിച്ച് കൊടുക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ സാറിനൊരു മെനു ഇല്ല. പ്രൊഡക്ഷൻ ബോയെ വിളിച്ച് ഉച്ചയ്ക്ക് എന്താ ഫ്രൈ ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല, ഇനി ചോദിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അത് സിനിമാ സെറ്റിൽ മാത്രമല്ല, എൻ്റെ വീട്ടിലും എൻ്റെ കുട്ടികൾ ചിലപ്പോൾ ഇന്നലെ ഇഡ്ഡലി ആയിരുന്നു, ഇന്ന് ഇഡ്ഡലി വരുമ്പോൾ അമ്മ ഇന്നലെ ഇഡ്ഡലി ആയിരുന്നില്ലേ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. അടുപ്പിച്ച് 3 ദിവസം ഇഡ്ഡലി ആണെങ്കിലോ ദോശയാണെങ്കിലോ പുട്ടാണെങ്കിലോ ഞാൻ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു ഇഷ്യൂവും ഒരു കംപ്ലയിൻറ്റ് ഇതുവരെ നടത്തിയിട്ടില്ല. എൻ്റെ ഭാര്യ പറയും ആ കാര്യത്തിൽ ഞാനൊരു ഭാഗ്യവതിയാണെന്ന് എൻ്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ട്. എന്ത് ഫുഡും എനിക്ക് ഓക്കെയാണ്. കറികളുടെ എണ്ണം എനിക്ക് പ്രശ്നമില്ല. ഒരു നല്ല കറി ഉണ്ടെങ്കിൽ ഒരൊറ്റ കറി മതി, ഒരു നല്ല ചമ്മന്തി ഉണ്ടെങ്കിൽ ചമ്മന്തി മതി. അപ്പോൾ എനിക്ക് കഴിയാൻ ബുദ്ധിമുട്ടില്ല. എനിക്ക് ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കാം, എനിക്ക് ബസ്സിൽ സഞ്ചരിക്കാം, എവിടെ വേണോ നിങ്ങൾ എൻ്റെ അടുത്ത് നടന്നു പോകാൻ പറഞ്ഞാൽ ഞാൻ നടന്നു പോകും. വേറെ ഒന്നും കൊണ്ട് പറയില്ല, അതൊരു അഹങ്കാരമായിട്ട് പറയില്ല. എത്ര സിനിമാതരന്മാർക്ക് അങ്ങനെ പോകാൻ കഴിയും, അല്ലെങ്കിൽ അങ്ങനെ പോകാൻ താല്പര്യപ്പെടും. അതുകൊണ്ടൊക്കെ തന്നെയാണ് പൊതുപ്രവർത്തനം രാഷ്ട്രീയത്തിൽ. അത് ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ എൻ്റെ പ്ലസ്സായിട്ട് ഞാൻ വേണമെങ്കിൽ മനസ്സിൽ കരുതാം. പക്ഷേ ഇതൊന്നും വലിയ പ്ലസ് അല്ല. അയാൾ ഓട്ടോറിക്ഷ പോയെന്ന് കരുതി. അല്ല സാറേ, ചിലപ്പോൾ ആൾക്കാർ പറയും സാറിന് പിസ്കായിട്ടാണ് ഇങ്ങനെ ചെയ്യണതെന്ന് പറഞ്ഞ ആൾക്കാർ. മൊയ്തീൻ പറഞ്ഞ വളരെ കറക്റ്റാണ്. ഞാൻ പിശുക്കനാണെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. ഒരല്പം പിശുക്കൊക്കെ ഉണ്ടല്ലേ സാറേ? അല്ല, ചിലവ് ചുരുക്കിയാണ് പോയിട്ടുള്ളത്. കാരണം സാർ ഇത് പറഞ്ഞപ്പോൾ നമുക്ക് ചോദിക്കണം എന്തുണ്ട് സാർ, ഈ സംഭവം നമ്മുടെ ശ്രീനിവാസൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ഈ ചിന്താവിഷ്ട ശ്യാമള എന്ന് പറഞ്ഞ സിനിമയിൽ ശ്രീനിവാസൻ സാറിൻ്റെ നായിക ഈ ഡയലോഗ് ഉണ്ടല്ലോ, സാറിൻ്റെ ഭാര്യ പറഞ്ഞ ആ ഡയലോഗ് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയണ്ടേ, നമുക്ക് 2 പെൺകുട്ടികളാണ് നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് 2 പെൺകുട്ടികളാണ് നമ്മൾ ശ്രദ്ധിക്കണം എന്ന്. അതങ്ങനെ ആയിരിക്കില്ലേ പറഞ്ഞത്? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഡയലോഗ്, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പറയുന്ന, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ പറയുന്ന ഡയലോഗ് ശ്രീനിവാസൻ ചിന്താവിഷ്ടയായ ശ്യാമളയിൽ നായികയെ കൊണ്ട് പറയിച്ചു എന്നതിനേക്കാളും കേരളത്തിലെ ഒരുപാട് വീട്ടമ്മമാർ പറയുന്ന ഡയലോഗാണിത്. നമുക്ക് 2 പെൺമക്കളാണ്. പെൺമക്കളെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ കുറച്ച് ടെൻഷനുണ്ട്. അവരെ വിവാഹം കഴിപ്പിച്ച് അയക്കണം, അവർക്ക് ആഭരണങ്ങൾ ഇടണം, അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷൻ ഇന്നുമുണ്ട്. പക്ഷേ സാറേ, ഇപ്പോഴത്തെ കേരളത്തിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞുതരാം. പണ്ടൊക്കെ കാലത്ത് നമുക്ക് 2 പെൺകുട്ടികളാണ്, ഐറ്റിങ്ങൾ എങ്ങനെയും വളർത്തി വലുതാക്കി നമുക്ക് കെട്ടിച്ചയക്കണം എന്നുള്ളതിന് മാതാപിതാക്കളെ വിഷമം. പക്ഷെ ഇപ്പം ഉണ്ടല്ലോ, നമുക്ക് 2 പെൺകുട്ടികളാണ്, ഐറ്റിങ്ങൾ ഒരു കേടുപാടും പറ്റാണ്ട് ഒന്ന് വളർത്തി വലുതാക്കണം എന്നുള്ളതാണ് ഏത് മാതാപിതാക്കളെയും ഒരു സങ്കടം. അതുൾപ്പെടെ അവർ നന്നായിട്ട് വളർത്തണം, അവരെ സേഫായിട്ട് വളർത്തണം, വലിയ നിലയിൽ എത്തിക്കണം, അവരെ വിവാഹം കഴിച്ച് അയക്കണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും പെൺകുട്ടികളുടെ കാര്യത്തിൽ ആൺകുട്ടികളുടെ കാര്യത്തിന് നമ്മൾ പുലർത്തുന്ന ജാഗ്രതയേക്കാൾ ഒരുപടി കൂടുതലാണ് ജാഗ്രത പുലർത്തുന്നത്. അതുതന്നെയാണ് ഇന്നത്തെ കുറ്റമായിട്ട് പറയുന്നത്. ഇന്നത്തെ ഈ ഒരുപാട് സാമൂഹ്യ പ്രവർത്തകർ പറയുന്നത് പെൺകുട്ടികളുടെ കാര്യത്തിൽ അച്ഛനമ്മമാർ ശ്രദ്ധിക്കുന്നു, ആൺകുട്ടികളുടെ കാര്യത്തിൽ അത്രയും ശ്രദ്ധ കൊടുക്കാത്തത് കൊണ്ടാണ് ഈ നാട്ടിൽ പല കുഴപ്പങ്ങളും ഉണ്ടാകുന്നത്. ഞാൻ പ്രൊഡക്ഷൻ ഫുഡ് കഴിക്കും, കഞ്ഞിയും എന്താ പറയുക പയറും, രാത്രി കഞ്ഞിയും പയറും കഴിക്കുന്നു. അപ്പോൾ വേറൊരു നടൻ, ആ നടൻ്റെ പേര് പറയുന്നില്ല, ഇടാ നല്ല ഫ്രൈഡ് റൈസ് ഹോട്ടലിൽ നിന്ന് കാശ് കൊടുത്ത് കഴിക്കടാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് കേൾക്കുന്നില്ല. ഈ ഫുഡ് വേസ്റ്റ് ആവില്ലേ ചേട്ടാ എന്ന് ചോദിച്ചു. പറഞ്ഞു അത് ഇവിടുത്തെ ഹോട്ടലുകാർക്ക് കൊടുത്താൽ മതി, ആ പയ്യന്മാർ അവർ കഴിച്ചോളും, നീ കാശ് മുടക്കാൻ കഴിയില്ലെങ്കിൽ അത് പറ. ആ ഫുഡ് മോശമാണെങ്കിൽ ഓക്കെ, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് മോശമല്ല, അത് ഓക്കെയാണ്. അല്ല, ഭക്ഷണ കാര്യത്തിൽ സാറ് പൊതുവേ ജാഗ്രത പുലർത്തുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്. അത് പറഞ്ഞപ്പോഴാണ് ചോദിക്കാൻ ഓർമ്മ വന്നത്, സാറിൻ്റെ ഈ പ്രായത്തിലുള്ള ഈ പ്രസരിപ്പ്
പോസിറ്റീവ്നെസ്, ഇതൊക്കെ എങ്ങനെയാണ് സർ? സർ യോഗ ചെയ്യാറുണ്ടോ? അല്ല, യോഗയല്ല, അത്യാവശ്യം എക്സസൈസ്. അത് യോഗയുടെ രീതിയാണോന്നൊന്നും നോക്കിയിട്ടില്ല. എൻ്റേതായിട്ടുള്ള രീതിയിൽ എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഈ പോസിറ്റീവ് ചിന്തകൾ എന്നെ എന്താ പറയുക ഹാപ്പിയാക്കി നിലനിർത്തുന്നുണ്ട്. സത്യം സാറിൻ്റെ ഭക്ഷണ രീതിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നല്ല, ഇതിനെപ്പോലുള്ളവരൊക്കെ അത് കണ്ടു പഠിക്കണം. ഉള്ളത് കൊണ്ട് ജീവിക്കാനും. ഇവൻ ഒരു ദിവസം പൊരിച്ചമില്ല, പിന്നെ 3 ദിവസം മിണ്ടാതെ നടക്കുന്നവനാണ് മൊയ്തി. പിന്നെ സാറിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ കാണാൻ കഴിയുന്നത് സാറിനെ ഇപ്പോഴും. ഞാൻ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളിൽ തളരില്ല എന്നൊന്നും പറയാറില്ല. തളർന്നാൽ പോലും അത് താൽക്കാലികമായിരിക്കും. പെട്ടെന്ന് ഞാൻ ഊർജ്ജം എവിടുന്നെങ്കിലും എനിക്ക്. സാധാരണ ഇലക്ഷൻ നയിക്കുന്ന കാൻഡിഡേറ്റ്സിനെല്ലാം അവസാനം സാമ്പത്തിക പരാജയം ഉറപ്പാണ്. അങ്ങനെ സാറിന് സാമ്പത്തിക നഷ്ടം ഇങ്ങനെ എന്തെങ്കിലും? എന്നെക്കൊണ്ട് പ്രശ്നങ്ങളിലേക്ക് ചാടിക്കുകയാണ്. എന്നാലും ഞാൻ തുറന്നു പറയാം, കള്ളം പറയാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ കാശ് എൻ്റെ കയ്യിൽ നിന്നും ചിലവായി. നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഇത്രയും കാശ് മുടക്കിയിട്ടുള്ള ഒരു ഏർപ്പാടാക്കി ഇനിയും ലിമിറ്റേഷൻ കൊണ്ടുവരണം. അതിൻ്റെ ലിമിറ്റ് ഇത്ര ആയിരിക്കണം, ആ ലിമിറ്റ് കുറയ്ക്കണം. അപ്പോൾ കയ്യിൽ നിന്ന് കുറേ കാശ് പോയി. ആ രീതിയിൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതൊക്കെ കാശ് പോയി. അതിനും എനിക്ക് നിരാശയില്ല. പോയത് വേറെയൊക്കെ രീതിയിൽ വരും. നമുക്ക് അധ്വാനിച്ചുണ്ടാക്കാം. വേറെ രീതി എന്ന് പറഞ്ഞാൽ അവിഹിതമായിട്ടുള്ള രീതിയിലല്ല, അധ്വാനിച്ച് തന്നെ ഉണ്ടാക്കാമെന്നൊരു ആത്മവിശ്വാസം എനിക്ക്. വോട്ട് പിടിക്കാൻ വേണ്ടി ഇതുപോലെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ മദ്യം വരെ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ചില ഒരു സംഘടന കുറേ യുവാക്കൾക്ക് മദ്യം വരെ സപ്ലൈ ചെയ്യുക. മദ്യം വാങ്ങിച്ചു കൊടുത്തിട്ട് എന്നിട്ട് ഇമാരെ തടിച്ചിട്ട് ഇമാര് തന്നെ കണ്ണും തലയും കറയും മാറ്റി കുത്തും. അല്ല, ഇത് കേൾക്കണം സാർ. എന്നിട്ട് പിന്നെ അവർ കുത്തി ഇത് ഈ മദ്യം അടിച്ചിട്ട് കറങ്ങി തിരിഞ്ഞ് നെയ് നോട്ട് അസാധുവാക്കുന്ന അമ്മമാർ തന്നെയാണ്. ബോധമില്ല, വേറെ എവിടെയൊക്കെ കുത്തി അതെല്ലാം അസാധുവായി. അല്ല, അതിനെക്കുറിച്ച് പറയുമ്പോൾ വ്യക്തിപരമായി എനിക്കൊന്നും പറയാനില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് രംഗത്ത് മദ്യവും പണവും ഒഴുകും. അത് യാതൊരു സംശയമില്ല. അത് എന്താ പറയുക, എൻ്റെ ഒരു നിരാശ കൊണ്ട് ഞാൻ പറയുന്നതല്ല. തെരഞ്ഞെടുപ്പ് രംഗത്ത് ജനറലായിട്ട് പണവും മദ്യവും ഒഴുകും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പ്ലസ് ജനത്തിനും കൂടെ പ്ലസ്സായിട്ട് തോന്നണമെന്ന്. അത് തോന്നാത്തൊരു കാര്യം പറയാം. തെരഞ്ഞെടുപ്പ് രംഗത്ത് എൻ്റെ എതിർ സ്ഥാനാർത്ഥികളെക്കാളും ഏറ്റവും കൂടുതൽ ഹാർഡായിട്ട് വർക്ക് ചെയ്തത് ഞാനാണ്. അല്ലേ മണിക്കുട്ടൻ? ഞാൻ രാവിലെ 6 മണിക്ക് തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാവും. 6 മണി തൊട്ട് രാത്രി 11 മണി വരെ വർക്ക് ചെയ്ത് എല്ലാ രീതിയിലും വെയിൽ കൊണ്ടു ഒരുപാട് വേദികളിൽ പ്രസംഗിച്ചു, ഒരുപാട് വീടുകളിൽ കയറി ഇറങ്ങി. എൻ്റെ എതിർ സ്ഥാനാർത്ഥിയുടെ ഒരു 10 ടൈംസ് സിൻസിയറായിട്ട് ഞാൻ വർക്ക് ചെയ്തു. പക്ഷേ അത്രയും ഹാർഡ് വർക്കിന് അത് ഹാർഡ് വർക്ക് ജനം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ജനത്തിനെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറം ചില കാര്യങ്ങൾ അവരുടെ മനസ്സിൽ ഉണ്ടാകും. പറഞ്ഞു മനസ്സിലായി? അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അനുഭവത്തിലൂടെ മനസ്സിലായി. വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിട്ട് പറയണമെങ്കിൽ നമ്മുടെ സിനിമാ രംഗത്ത് തന്നെ എന്താ പറയുക, കൂടുതൽ ഗേൾ ഫ്രണ്ട്സ് ഉള്ള ഹീറോയ്ക്ക് ചിലർ കൂടുതൽ വില കൽപ്പിക്കുന്നുണ്ട്. ആ ഹീറോയുടെ പുറകെ എത്ര ഗേൾ ഫ്രണ്ട്സ് എന്നറിയാം. അത് അയാളുടെ കഴിവ് എന്ന് പറയുന്നവരുണ്ട്. വേറെ ചിലർ പറയും അയാൾ വായ നോക്കി ഫ്ലർട്ടാണ്, എല്ലാ പെണ്ണുങ്ങളുടെയും പിറകെ നടക്കും. ഇതിലേതാണ് ശരി? എനിക്കറിയില്ല. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ ചിന്തിക്കാറില്ല. കൂടുതൽ പെൺകുട്ടികൾ നായകൻ്റെ പുറകെ നടക്കുമ്പോൾ നായകൻ എന്തെങ്കിലും മെറിറ്റ് കൂടുന്നുണ്ടോ, അതോ നായകൻ ഇങ്ങനെ പെൺകുട്ടികളുടെ കൂടെ കറങ്ങി നടക്കുമ്പോൾ അയാളൊരു പക്ക ഫ്ലർട്ടാണോ? ഇങ്ങനെയൊക്കെ ചർച്ചകളുണ്ട്. ഈ ചർച്ചകളുടെ പിന്നാലെ നമ്മൾ പോകാൻ പാടില്ല. അത് ഇതുവഴി കേട്ട് ഇതുവഴി അങ്ങ് കളയുക. അതൊക്കെ ഈ രംഗത്തുണ്ടാകും. ഗോസിപ്പ്. മലയാള സിനിമയിലെ ഒരു ഡൈവേഴ്സിൻ്റെ പിന്നിൽ എൻ്റെ കരങ്ങളില്ല. രണ്ടുപേരെ ഒന്നിപ്പിക്കുന്നതിലും എൻ്റെ കരങ്ങളില്ല. അതിലൊന്ന് ഞാൻ ഇതിൽ നിന്നൊക്കെ മാറിയാണ് നിൽക്കുന്നത്. അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഈ ക്ലിക്കിൽ വിവാഹ മോചനം നേടുന്നവരുടെ കൂട്ടത്തിൽ ഭാര്യയുടെ കൂടെ നിൽക്കുന്ന 10 പേര്, ഭർത്താവിൻ്റെ കൂടെ നിൽക്കുന്ന 10 പേര്, ഞാനതിലില്ല. രണ്ടുപേരുടെ കൂട്ടത്തിലില്ല. അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ട് കാര്യങ്ങളാണ് ഞാൻ കാണുന്നത്. സാർ ഈ മനഃപൂർവ്വം സേഫ് ആവാൻ വേണ്ടിയാണോ ഈ വക കാര്യങ്ങളിൽ ഇടപെടാണ്ടിരിക്കുന്നത്? അല്ല, അതിൽ ഇടപെട്ടിട്ട് കാര്യമില്ല. വ്യക്തിപരമായ കാര്യങ്ങളിൽ നമ്മൾ എന്തിനു ഇടപെടണം? ഇപ്പോൾ പൊതുവായിട്ട് ഉപദേശകരുടെ ഒരു കാലഘട്ടമാണല്ലോ. ഭരണത്തിൽ തന്നെ എന്തോരം ഉപദേശികളാണ്. ആ ഉപദേശകരെ അവർ ഉപദേശിച്ചോട്ടെ. ഉപദേശം കൊടുക്കാൻ ഞാനില്ല. ഞാൻ ഉപദേശം സ്വീകരിക്കാറുമില്ല. അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട് ഫ്രണ്ട്സിനോട്.